കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റിലെ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൽ രണ്ടാമത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ സിമ്പിൾ ഇഫിന് ശേഷം വരുന്ന ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതിനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ദ ജനറൽ ഫോം ഈസ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ then within curly braces true block statements, then else within curly braces false block statements. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഉപയോഗിക്കുക, ഇഫ് എൽസ്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ആ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മുടെ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ഇനി ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റിനുള്ളിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഇഫിൻ്റെ ബ്ലോക്കിൽ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇനി ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ എൽസ് എന്ന ബ്ലോക്കിൽ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്നുകിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് അല്ലെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ഇത് നോക്കുക. ഇഫ് the test expression is true, then the true block statements are executed. Otherwise, false block statements are executed. തന്നിട്ടുള്ള ആ ഒരു സിൻടാക്സിൽ കാണുന്ന പോലെ രണ്ട് ബ്ലോക്കുകൾ കാണാം. രണ്ട് ബ്ലോക്കുകളിൽ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും, ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. രണ്ട് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ. അതിൽ ഇഫ് എന്ന ആ ഒരു എക്സ്പ്രഷൻ്റെ കണ്ടീഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അത് ട്രൂ ആണെങ്കിൽ ആ ഇഫ് എന്ന ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ എയ്തർ ട്രൂ ബ്ലോക്ക് ഓർ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഒന്നുകിൽ ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഇഫ് ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ എൽസ് ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കുക. ഫ്ലോ ചാർട്ടിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ അനുസരിച്ചാണ് വർക്ക് ചെയ്യുക. ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആരോ നോക്കുക, ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ വർക്ക് ചെയ്യും. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിലേക്ക് വരും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിലേക്ക് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോ കാണിക്കുന്ന ഒരു ഡയഗ്രാം, ഫ്ലോ ചാർട്ട് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ. അതിനൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി പ്രിൻ്റ് ഓഫ് എ എൽസ് പ്രിൻ്റ് ഓഫ് ബി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് രണ്ട് നമ്പറുകളിൽ ഏതാണ് ഗ്രേറ്റർ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമുകൾ വരുമ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഈ എ ഗ്രേറ്റർ ദാൻ ബി റിട്ടേൺ ചെയ്യുന്നത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. എയുടെയും ബിയുടെയും വാല്യൂവിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണെങ്കിൽ ഇതിൽ എഴുതിയിട്ടുള്ള ബി എന്നത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇഫ് എൽസിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി അടുത്തൊരു ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ്.
ഇത് ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ മൂന്നാമത്തെ വേരിയേഷനാണ് നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. നെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒന്നിനുള്ളിൽ മറ്റൊന്ന് വരുന്നതിനെയാണ് നെസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റുകൾക്കുള്ളിൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റുകൾ വരിക, അതിനെയാണ് നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ജനറൽ ഫോം നോക്കുക. ദ ജനറൽ ഫോം ഈസ് ഇഫ് ടെസ്റ്റ് കണ്ടീഷൻ 1 ദെൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത ശേഷം അനദർ ഇഫിനുള്ളിൽ മറ്റൊരു ഇഫ് ടെസ്റ്റ് കണ്ടീഷൻ 2 ദെൻ അതിനുള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 2 ദെൻ നോക്കുക ഉള്ളിലുള്ള ഇഫിന് ഒരു എൽസ്, അതേപോലെ പുറത്ത് ഇഫ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടെസ്റ്റ് കണ്ടീഷൻ 1 ചെക്ക് ചെയ്യുന്ന ആ ഇഫിനുള്ളിൽ തന്നെ ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റുകൾ വരികയാണ്. ഇതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അതിന് ശേഷം വരുന്ന എൽസ് നോക്കുക. ആ ശേഷം വരുന്ന എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ന് കാണുന്ന ആ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഈ എൽസ് ടെസ്റ്റ് കണ്ടീഷൻ 1 എന്ന ഇഫിൻ്റെ എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിനുള്ളിലാണ് സ്റ്റേറ്റ്മെൻറ്റ് 3 എഴുതിയിട്ടുള്ളത്. ഇതിൽ സംഭവിക്കുന്നത് ഈ ഇഫ് ടെസ്റ്റ് കണ്ടീഷൻ 1 ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും അതിനുള്ളിലുള്ള ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുക. ടെസ്റ്റ് കണ്ടീഷൻ 1 ഫാൾസ് ആണെങ്കിൽ നേരെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ എൽസായ സ്റ്റേറ്റ്മെൻറ്റ് 3 ആയിരിക്കും വർക്ക് ചെയ്യുക. ഇനി ഈ ടെസ്റ്റ് കണ്ടീഷൻ 1 ഫാൾസ് ആണെങ്കിൽ, അതാണ് ഈ കേസ് പറഞ്ഞത്, ടെസ്റ്റ് കണ്ടീഷൻ 1 ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 3 വർക്ക് ചെയ്യും. ടെസ്റ്റ് കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ അതിനുള്ളിലുള്ള ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ടെസ്റ്റ് കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. ടെസ്റ്റ് കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. ടെസ്റ്റ് കണ്ടീഷൻ 2 ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് നെസ്റ്റഡ് ഇഫ് എൽസിൻ്റെ കണ്ടീഷൻ. ഇഫ് കണ്ടീഷൻ 1 ഈസ് ഫാൾസ് ദ സ്റ്റേറ്റ്മെൻറ്റ് 3 വിൽ ബി എക്സിക്യൂട്ടഡ്. അതർവൈസ് ഇറ്റ് കണ്ടിന്യൂസ് ടു പെർഫോം ദ സെക്കൻഡ് ടെസ്റ്റ് കണ്ടീഷൻ. If the condition 2 is true, the statement 1 will be executed. Otherwise, the statement 2 will be executed and the control transferred to statement X. അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നോക്കാം, ഫ്ലോ ചാർട്ട് നോക്കാം. അപ്പോൾ അതിൽ നോക്കുക, ടെസ്റ്റ് കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ ടെസ്റ്റ് കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. ടെസ്റ്റ് കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ കൺട്രോൾ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്മെൻറ്റ് എക്സ്. ടെസ്റ്റ് കണ്ടീഷൻ 2 ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ കൺട്രോൾ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്മെൻറ്റ് എക്സ്. ടെസ്റ്റ് കണ്ടീഷൻ 1 ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ കൺട്രോൾ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്മെൻറ്റ് എക്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. ഇനി നെസ്റ്റഡ് ഇഫ് എൽസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി വിത്തിൻ കേളി ബ്രേസസിനുള്ളിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ സി. എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണെങ്കിൽ ഏത് ചെക്ക് ചെയ്യും? എ ഗ്രേറ്റർ ദാൻ സി ചെക്ക് ചെയ്യും. അതും ട്രൂ ആണെങ്കിൽ എ എന്ന് പ്രിൻ്റ് ചെയ്യും. ദെൻ ഉള്ളിലുള്ള ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇഫ് എ ഗ്രേറ്റർ ദാൻ സി ഫോൾസ് ആണെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിട്ടുള്ള സി എന്ന് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണ്. എ ഗ്രേറ്റർ ദാൻ സി ട്രൂ ആണെങ്കിൽ എ പ്രിൻ്റ് ചെയ്യും. എ ഗ്രേറ്റർ ദാൻ സി ഫാൾസ് ആണെങ്കിൽ സി പ്രിൻ്റ് ചെയ്യും. ഇനി എ ഗ്രേറ്റർ ദാൻ ബി ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്ക് ആയിരിക്കും വർക്ക് ചെയ്യുക. എൽസ് ബ്ലോക്കിനുള്ളിലും ഒരു ഇഫ് എൽസ് ആണ്. എൽസ് ബ്ലോക്കിനുള്ളിൽ ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ, ബി ഗ്രേറ്റർ ദാൻ സി ട്രൂ ആണെങ്കിൽ ബി പ്രിൻ്റ് ചെയ്യും. ബി ഗ്രേറ്റർ ദാൻ സി ഫാൾസ് ആണെങ്കിൽ സി പ്രിൻ്റ് ചെയ്യും.
ചെയ്യുന്നത് 3 നമ്പറുകളിൽ ഏതാണ് ഗ്രേറ്റർ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ലോജിക്കാണ് ഇപ്പോൾ ഈ ഒരു വലുത് ഏതാണ് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാം.